വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് വേദിയിൽ ബിജെപി പ്രതിഷേധം. ദേശീയഗാനവും വന്ദേ മാതരവും പാടാത്തതിലാണ് പ്രതിഷേധം. റെയിൽവേ ഉദ്യോഗസ്ഥർ മാപ്പ് പറയാതെ വേദി വിടില്ലെന്ന് ബിജെപി പ്രാദേശിക നേതാക്കൾ പറയുന്നു. വേദിയിൽ കുത്തിയിരുന്ന പ്രതിഷേധമാണ്. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, ഇതെപ്പോഴാണ്? ഇപ്പോഴും പ്രതിഷേധമാണോ? എന്താണ് സംഭവിക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? ഇതിനോടകം തന്നെ ഈ വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമാണ്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഓണക്കാലവുമായി ബന്ധപ്പെട്ട് വലിയ യാത്രാ ദുരിതം അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്കും തിരിച്ചുമുള്ള വന്ദേ ഭാരതിൽ അധികമായി 8 കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഫ്ളാഗ് ഓഫ് ആണ് ഇവിടെ നടന്നത്, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളത്ത് നടന്നത്. അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. അതിനെ തുടർന്ന് അദ്ദേഹം മടങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ബിജെപിയുടെ പ്രാദേശിക നേതാക്കൾ ഒരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത്. അതായത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ നടന്ന ഈ പരിപാടിയിൽ വന്ദേ മാതരവും ഒപ്പം ദേശീയഗാനവും പാടിയില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇവിടെ വേദിയിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് മാപ്പ് പറയണം, ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുത്തു, ഇപ്പം എന്താണ് ശരിക്കും നിങ്ങളുടെ ആവശ്യം? എന്താണ് ഈ ആവശ്യം? ന്യായമാണ്. നമ്മൾ 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ട് ദിവസങ്ങൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങ്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചടങ്ങ്. ആ ചടങ്ങിൽ ഒരു കേരളത്തിന് വേണ്ടി ഒരു സമ്മാനം കിട്ടിയ ദിവസം, കേരളത്തിന് ഒരു ഓണസമ്മാനം കിട്ടിയ ദിവസം, ആ സമ്മാനം കിട്ടിയ ദിവസം ഒരു സർക്കാർ പരിപാടി നടത്തുമ്പോൾ നമുക്കറിയാം, ഒരു സർക്കാർ പരിപാടിക്ക് ഒരു ചട്ടമുണ്ട്. അതിൽ ദേശീയ ഗാനം, ദേശീയ ഗീതം ഒക്കെ ആലപിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിൽ പ്രകാരം ഇന്ന് ആ പ്രോട്ടോക്കോൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഞാൻ 2 തവണ സൂചിപ്പിച്ചു ഉദ്യോഗസ്ഥരോട് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. എൻ്റെ അടുത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ സാധാരണക്കാരനാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറല്ല, ഒരു സ്ഥാനവുമില്ലാത്ത ആളാണ്. പക്ഷേ ഈ രാജ്യത്തിലെ സ്നേഹി എന്ന നിലയിൽ ബിജെപിയുടെ ഒരു പ്രവർത്തകൻ എന്നതിൽ ഉപരി ഒരു സാധാരണക്കാരൻ നിലയിൽ ഞാൻ ചോദിച്ചു. ആ വികാരം അവർ അത് അട്ടിമറിച്ചു. കാരണം അതിനുശേഷം ഇങ്ങനെ ഒരു പരിപാടി പോലും വെക്കാതെ ശരി, വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് വേദിയിൽ ബിജെപി പ്രതിഷേധം നടക്കുകയാണ്.